റഷ്യ യുദ്ധം തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും മോസ്കോയുടെ യുദ്ധവീര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധമുഖത്ത് ഉക്രൈനെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള വൻ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രെ ബെലോസോവ് നടത്തിയ മിന്നൽ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. റഷ്യൻ സേനയുടെ ഏറ്റവും നിർണായക വിഭാഗമായ വോസ്റ്റോക്ക് ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് ക്യാമ്പിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി എത്തിയത്. റഷ്യൻ സൈന്യം ഇപ്പോഴും പൂർണ്ണ സജ്ജമാണെന്നും വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് മോസ്കോ ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്നത്. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും സൈനികർക്ക് ആവേശം പകരുന്ന രീതിയിലുമായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ചകൾ. യുദ്ധമുഖത്ത് അസാമാന്യ വീര്യം പ്രകടിപ്പിച്ച മുതിർന്ന കമാൻഡർമാരെയും സൈനികരെയും നേരിൽ കണ്ട അദ്ദേഹം അവർക്ക് മെഡലുകൾ സമ്മാനിക്കുകയും ചെയ്തു. ഈ നീക്കം കേവലം ഒരു ആദരിക്കൽ ചടങ്ങല്ല, മറിച്ച് റഷ്യൻ പ്രതിരോധ സംവിധാനം ഇപ്പോഴും തളർന്നിട്ടില്ലെന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നുമുള്ള പ്രഖ്യാപനമാണ്. ബെലോസോവിന്റെ ഈ അപ്രതീക്ഷിത സന്ദർശനം പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളെയും നാറ്റോ സഖ്യത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സമീപകാലത്തെ ഏറ്റവും വലിയ സംയുക്ത വ്യോമാക്രമണമാണ് റഷ്യ ഉക്രൈന് മേൽ അഴിച്ചുവിട്ടത്. വ്യോമസേനയും മിസൈൽ വിഭാഗവും ഒന്നിച്ച് അണിനിരന്ന ഈ ആക്രമണത്തിൽ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലതും നിഷ്ക്രിയമായി. ഈ വൻ വിജയത്തിന് തൊട്ടു പിന്നാലെ പ്രതിരോധ മന്ത്രി നേരിട്ട് യുദ്ധമേഖലയിലേക്ക് എത്തിയത് റഷ്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. ഇതിനിടയിലാണ് യുദ്ധഭൂമിയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്ന പുതിയൊരു വെളിപ്പെടുത്തൽ ഉക്രൈനിലെ സൈനിക നിരീക്ഷകർ നടത്തുന്നത്. തങ്ങളുടെ വ്യോമ സുരക്ഷാ കവചങ്ങളെ ഭേദിക്കാൻ റഷ്യ അതീവ മാരകമായ ഒരു പുതിയ മിസൈൽ പരീക്ഷിച്ചതായി ഉക്രൈൻ അവകാശപ്പെടുന്നു. ഓർഷനിക് എന്ന പേരിൽ അറിയപ്പെടുന്ന RS-26 റൂപേഷ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് കീവിനെ തകർക്കാൻ റഷ്യ ആദ്യമായി യുദ്ധമുഖത്ത് പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കീവിന്റെ വ്യോമ പ്രതിരോധ കവചങ്ങളെ തകർത്തെറിയാൻ ശേഷിയുള്ളവയാണ് ഈ പുതിയ മിസൈൽ സാങ്കേതിക വിദ്യ. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നൽകിയ അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് പോലും ഒരേഷ്നിക് മിസൈലുകളെ തടയാൻ കഴിഞ്ഞില്ല എന്നത് പടിഞ്ഞാറൻ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്. റഷ്യയുടെ ആയുധപ്പുറിയിൽ ഇനിയും പുറത്തെടുക്കാത്ത എത്രയോ വിനാശകാരികളായ ആയുധങ്ങൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആന്ദ്രെ ബെലോസോവിന്റെ സന്ദർശനവും പുതിയ മിസൈലിന്റെ രംഗപ്രവേശവും സൂചിപ്പിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അത്യന്തം അപകടകരമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ്. റഷ്യയുടെ യുദ്ധസന്നാഹങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ അത്യാധുനിക ആയുധങ്ങളോടെ അവർ കളം നിറയുകയുമാണ്. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ റഷ്യക്ക് നേരിട്ട തിരിച്ചടികളെല്ലാം മറികടന്ന് ഇപ്പോൾ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാനാണ് മോസ്കോ ശ്രമിക്കുന്നത്. പടിഞ്ഞാറൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം വരും ദിവസങ്ങളിൽ ഉക്രൈനിലെ പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. പ്രതിരോധ മന്ത്രി വോസ്റ്റോക്ക് ഗ്രൂപ്പ് കമാൻഡറുമായി നടത്തിയ ചർച്ചയിൽ പുതിയ സൈനിക തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. നിലവിലെ പ്രതിരോധ നിരകളെ തകർത്ത് മുന്നേറാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് മോസ്കോ. റഷ്യയുടെ ഈ പുതിയ ആക്രമണ ശൈലി നാറ്റോ രാജ്യങ്ങളിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഉക്രൈന് എത്രത്തോളം ആയുധങ്ങൾ നൽകിയാലും റഷ്യയുടെ ഈ പടുകൂറ്റൻ യുദ്ധതന്ത്രത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇപ്പോൾ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് വീണ്ടും അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരേഷ്നിക് പോലെയുള്ള റഷ്യൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലെ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്ന യാഥാർത്ഥ്യം അവരെ കൂടുതൽ തളർത്തുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ തളർത്താമെന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. റഷ്യയുടെ ആയുധ ഉൽപാദനവും സൈനിക ശേഷിയും ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ വരെ യുദ്ധത്തിൽ പ്രയോഗിക്കാൻ റഷ്യ മടിക്കുന്നില്ല എന്നത് അവരുടെ സാമ്പത്തികവും സാങ്കേതികവുമായ കരുത്തിന്റെ തെളിവാണ്. ആഗോള രാഷ്ട്രീയത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ശക്തമായ നീക്കങ്ങൾ ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്ന പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്.
പാശ്ചാത്യ മേധാവിത്വത്തിന് റഷ്യ നൽകുന്ന ഈ ശക്തമായ മറുപടി വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് കാരണമായേക്കാം. റഷ്യ പ്രയോഗിച്ചതായി പറയപ്പെടുന്ന RS-26 റുബേഷ് മിസൈലിന്റെ സാങ്കേതിക പ്രത്യേകതകളെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിവേഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം തകർക്കാൻ കഴിയുന്ന ഇത്തരം മിസൈലുകൾ യുദ്ധത്തിന്റെ ഭീകരത ഇരട്ടിയാക്കുന്നു. ഉക്രൈനിലെ സാധാരണ ജനവിഭാഗങ്ങളും ഈ പുതിയ സാഹചര്യത്തിൽ വലിയ ഭീതിയിലാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ ഉക്രൈനെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. റഷ്യയുടെ യുദ്ധതന്ത്രം കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങിയതോടെ ഉക്രൈന് തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ പൂർണ്ണമായും തിരുത്തി എഴുതേണ്ടി വരും. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഹായം ഉടനെത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവിന്റെ മിന്നൽ സന്ദർശനവും പുതിയ ഓഷ്നിക് മിസൈലിന്റെ പ്രയോഗവും റഷ്യയുടെ അജയ്യമായ സൈനിക വീര്യത്തിന്റെ തെളിവുകളാണ്. യുദ്ധം നിർത്താനോ പിൻവാങ്ങാനോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് മോസ്കോ ഉറപ്പിച്ചു പറയുന്നു. ഭയമില്ലാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ റഷ്യ മുന്നേറുമ്പോൾ ഉക്രൈനും പാശ്ചാത്യ ലോകവും പുതിയ പ്രതിസന്ധികളെ എങ്ങനെ നേരിടുമെന്നത് കണ്ടു തന്നെ അറിയണം. യുദ്ധത്തിന്റെ ഈ പുതിയ ഘട്ടം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുകയെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.